പ്രിയമുള്ള അധ്യാപക സുഹൃത്തുക്കളെ, കെമിസ്ട്രി എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സാധ്യതകളാണുള്ളത് എന്ന് ഒരു ടീച്ചറോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ വലിയ ഡിഗ്രികളും ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും സബ്ജക്റ്റിലെ സാധ്യതകൾ പലപ്പോഴും നമ്മുടെ ക്ലാസ് റൂമുകളിലെ ചർച്ചകളിൽ വരാറില്ല. നമ്മുടെ സിലബസിനപ്പുറം നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് തുടർ പഠനം ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ അവൻ്റെ നല്ല ഭാവിയിലേക്ക് ഒരു മുതൽക്കൂട്ടാകുന്ന രൂപത്തിൽ കൺവേ ചെയ്യാൻ വേണ്ടി ടീച്ചേഴ്സിനെ പ്രാപ്തരാക്കുക എന്നതാണ് ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ തുടക്കത്തിൽ തന്നെ അനിൽ സാറ് പറഞ്ഞു കഴിഞ്ഞു. നമുക്കറിയാം, ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് കയറുകയാണ്. കെമിസ്ട്രിയെ പലപ്പോഴും ഒരു സെൻട്രൽ സയൻസ്, ശാസ്ത്രത്തിന്റെ ഒരു കേന്ദ്രമായിട്ട് പലപ്പോഴും പരിഗണിക്കാറുണ്ട്. നമ്മൾ എടുക്കുന്ന ശ്വാസത്തിൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ, നമ്മൾ എടുക്കുന്ന മരുന്നിൽ എന്ന് വേണ്ട മനുഷ്യന്റെ ദൈനംദിനേനയുള്ള ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ടു വരുന്ന ഒരു ശാസ്ത്രശാഖ എന്ന രീതിയിൽ കെമിസ്ട്രിക്ക് ഒരു പഠന വിഷയം എന്ന രീതിയിലും ഒരു കരിയർ സബ്ജക്റ്റ് എന്ന രീതിയിലും വലിയ പ്രാധാന്യമുണ്ട്. ഒരു കെമിസ്ട്രി പഠനം നന്നായി ആഗ്രഹിക്കുന്ന, തുടർ പഠനം കെമിസ്ട്രിയിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഭാവിയുടെ വാഗ്ദാനമായി, അല്ലെങ്കിൽ നാളത്തെ ഭാവിയെ നിർണയിക്കുന്ന ഒരു ഇന്നവേറ്ററായി മാറാൻ തീർച്ചയായും ഒരു വിദ്യാർത്ഥിയെ സഹായിക്കുമെന്നതിൽ തർക്കമില്ല. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ തെളിയുന്ന സ്ലൈഡിൽ കെമിസ്ട്രിയുടെ പ്രാധാന്യം വിശദമാക്കുന്ന പല രംഗങ്ങളും നമുക്ക് കാണാൻ കഴിയും. അഗ്രോ കെമിക്കൽ പ്രോഡക്ട്സ്, ഗ്ലാസ് പ്രോഡക്ട്സ്. ഇപ്പൊ ഗ്ലാസ് ഒന്നും ഇല്ലാത്ത ഒരു കാലത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാലം മാറിക്കഴിഞ്ഞു. ഫൈബർ, അതുപോലെ പ്ലാസ്റ്റിക് പ്രോഡക്ട്സ്. നമ്മൾ ഒരു വശത്ത് പറയും പ്ലാസ്റ്റിക് പരിസരത്തിന് അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറയും. പക്ഷെ അപ്പോഴും വില കൂടിയ കാറുകളിൽ പോലും പ്ലാസ്റ്റിക്കിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതൊരു നഗ്ന സത്യവുമാണ്. കളർ പിഗ്മെന്റ്സ്, അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ്, വാർണിഷ് പ്രോഡക്ട്സ് എന്ന് വേണ്ട ആദിമ മനുഷ്യനിൽ നിന്നും സംസ്കാര സമ്പന്നനായ സമകാലിക മനുഷ്യനിലേക്കുള്ള പരിവർത്തനം യാഥാർത്ഥ്യമാക്കുന്നതിൽ കെമിസ്ട്രി എന്ന് പറയുന്ന വിഷയത്തിന്റെ, കെമിസ്ട്രിയോളം പ്രാധാന്യം ഒരു പക്ഷേ മറ്റു ശാസ്ത്രശാഖകൾക്കൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പ്രോഗ്രാംസ്, അതിൽ ഡിപ്ലോമ പ്രോഗ്രാംസ് ഉണ്ട്. ഡിപ്ലോമ പ്രോഗ്രാമാണ്. +2 സയൻസ് കഴിഞ്ഞൊരു കുട്ടിക്ക് പോകാൻ കഴിയുന്ന ഡിപ്ലോമ പ്രോഗ്രാംസ് ഉണ്ട്. BSc കെമിസ്ട്രി കഴിഞ്ഞതിന് ശേഷം പോകാവുന്ന PG ഡിപ്ലോമ, അതുപോലെ തന്നെ ഡിഗ്രി കോഴ്സുകൾ, ഇന്റഗ്രേറ്റഡ് MSc, BTech പ്രോഗ്രാംസ്, MSc, ME, MTech, അതുപോലെ തന്നെ PhD ഡോക്ടറൽ പ്രോഗ്രാംസ്, നിരവധിയായ പ്രോഗ്രാംസ് നമ്മുടെ വിഷയമായ കെമിസ്ട്രിയുമായിട്ട് ബന്ധമുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനത് ഈ സ്ലൈഡിലൂടെ അക്കാര്യം ഒന്നുകൂടെ റിമൈൻഡ് ചെയ്തെന്ന് മാത്രം. ഇൻട്രൊഡക്ഷനിൽ യൂനുസ് സാറ് കെമിസ്ട്രിയുടെ സാധ്യതകൾ നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ഐ ആം എ ടീച്ചർ, ഐ ആം എ കരിയർ ഗൈഡ് എന്ന പ്രോഗ്രാമിൽ നമ്മുടെ സബ്ജക്റ്റ് നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് ഇതിനപ്പുറത്തേക്ക് തന്നെ നമ്മുടെ വിഷയങ്ങൾ പഠിച്ച് അത് ലോകത്തിന്റെ നെറുകയിലേക്കും വിവിധ കരിയർ മേഖലകളിലേക്കുമുള്ള അവസരങ്ങൾ കണ്ടെത്താൻ വിദ്യാർത്ഥികൾക്ക് ഒരു മോട്ടിവേഷൻ നൽകുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു പാഠഭാഗങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നതിൽ അപ്പുറത്തേക്ക് തന്നെ വിദ്യാർത്ഥികളുടെ കരിയർ മേഖലകളിലേക്കുള്ള സൂചനകൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ദൗത്യം
നമ്മളെല്ലാ സബ്ജക്റ്റ് അധ്യാപകരും ഏറ്റെടുക്കുക എന്നൊരു പദ്ധതിയുടെ ഭാഗമായി കെമിസ്ട്രിയുടെ സാധ്യതകൾ നമ്മൾ പറഞ്ഞു വരികയാണ്. തീർച്ചയായിട്ടും കെമിസ്ട്രിയുടെ സ്പെഷ്യലൈസേഷൻസ് ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ചതുപോലെ നാം ജീവിക്കുന്ന നമ്മുടെ ഈ ഒരു പ്രപഞ്ചത്തിലെ എല്ലാ തൂണിലും തുരുമ്പിലും ഒക്കെ കെമിസ്ട്രിയുടെ സാധ്യതകൾ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സാധ്യതകളിലേക്ക് കടന്നു കയറാൻ ക്വാണ്ടം കെമിസ്ട്രി ഉൾപ്പെടെ തിയററ്റിക്കൽ കെമിസ്ട്രി, മറൈൻ കെമിസ്ട്രി, ഡ്രഗ് കെമിസ്ട്രി, ഇങ്ങനെ എല്ലാ മേഖലകളിലേക്കും തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉള്ള പഠന സാധ്യതകൾ പോളിമർ കെമിസ്ട്രിയുടെയും സെറാമിക് കെമിസ്ട്രി, അതേപോലെ ഫോട്ടോ കെമിസ്ട്രി, ഇങ്ങനെ വിവിധങ്ങളായ മേഖലകളിൽ സാധ്യതകൾ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ്. കെമിസ്ട്രിയുടെ ബിടെക് സാധ്യതകൾ നമുക്കറിയാം. NIT-കളിലും IIT-കളിലൊക്കെ പ്രീമിയറായ NIT-കളിലും IIT-കളിലും ഒക്കെ തന്നെ അതോടൊപ്പം തന്നെ മറ്റ് ബിടെക് പഠിപ്പിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ കെമിസ്ട്രിയുമായി റിലേറ്റഡ് ആയ വിവിധ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളുണ്ട്. പ്യുവർ കെമിസ്ട്രി, കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്നതിലുപരി മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ്, പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഷുഗർ ടെക്നോളജി, ലെതർ ടെക്നോളജി, പെട്രോളിയം എഞ്ചിനീയറിംഗ്, അതേപോലെ സിമെന്റ് ടെക്നോളജി, കെമിക്കൽ ആൻഡ് ഇലക്ട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഇങ്ങനെ വൈവിധ്യങ്ങളായ കെമിസ്ട്രിയുമായി റിലേറ്റഡ് ആയ ബിടെക്കിന്റെ എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള ബ്രാഞ്ചുകൾ വിദ്യാർത്ഥികൾ അവൈലബിൾ ആണ്. ഇതിൽ IIT-കളിലേക്ക് അഡ്മിഷൻ ലഭിക്കാൻ JEE അഡ്വാൻസ് ആണ് കുട്ടികൾ അറ്റൻഡ് ചെയ്യേണ്ടതെന്നും, അതേപോലെ JEE മെയിനിന് ശേഷം JEE അഡ്വാൻസ്, അതോടൊപ്പം തന്നെ NIT-കളിലേക്കുള്ള യോഗ്യതയായിട്ട് JEE മെയിൻ അതിന്റെ സ്കോർ വെച്ചാണ് അഡ്മിഷൻ നേടേണ്ടതെന്നും, അതോടൊപ്പം തന്നെ ആ ഒരു രീതിയിലേക്ക് ഹയർ സെക്കൻഡറി കോഴ്സിന് ഒരു ഫൗണ്ടേഷൻ എന്ന നിലക്ക് ഹയർ സെക്കൻഡറി കോഴ്സിലെ പഠനത്തെ പ്ലാൻ ചെയ്യാൻ കുട്ടികൾക്ക് ഇത്തരം മേഖലകളിലേക്കുള്ള അറിവ്, കേവലം കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്നതിലപ്പുറത്തേക്കുള്ള സ്പെഷ്യലൈസേഷൻസ് തന്നെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ ബിടെക്കിലെയും അതേപോലെ MTech-ലെയും വൈവിധ്യങ്ങളായ സ്പെഷ്യലൈസേഷൻസ് കുട്ടികളിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും. അതിൽ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രീമിയർ സ്ഥാപനങ്ങൾ IIT-കളിലും NIT-കളിലും അതേപോലെ ഉള്ള സ്ഥാപനങ്ങളിലേക്ക് ഉള്ള ഒരു പ്ലാനോടുകൂടി +1 +2 പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ എന്ന നിലക്ക് തന്നെ തീർച്ചയായിട്ടും ഈ കോഴ്സുകളെ നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയും. ഈ ബിടെക് കോഴ്സുകളും MTech കോഴ്സുകളും കുട്ടികളെ ഇൻഡസ്ട്രീസിലേക്കാണ് തയ്യാറെടുപ്പിക്കുന്നതെങ്കിൽ റിസർച്ച് മേഖലകളിലേക്ക് കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കെമിസ്ട്രിയുടെ BSc കെമിസ്ട്രി, അതോടൊപ്പം തന്നെ BS MS ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ ഓഫർ ചെയ്യുന്ന ഒരുപാട് പ്രീമിയർ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളെയും നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. അതിൽ യൂനുസ് സർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ, അതേപോലെ നൈസർ, ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ അത് ഒന്നുകിൽ BS MS പ്രോഗ്രാം, ഇന്റഗ്രേറ്റഡ് 5 ഇയർ പ്രോഗ്രാം, അതല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് PG, ഇത്തരം കോഴ്സുകൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കുട്ടികൾ ഗവേഷണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് തീർച്ചയായിട്ടും പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. ഇത്തരം പ്രീമിയർ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന എക്സ്പോഷർ പലപ്പോഴും ലോകോത്തര യൂണിവേഴ്സിറ്റികളിലേക്ക് അവരുടെ ഉപരിപഠനം PhD-യോ അല്ലെങ്കിൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് പോലുള്ള പ്രോഗ്രാമുകൾ ലോകോത്തര സ്ഥാപനങ്ങളിലേക്ക് ഒരു പ്ലാൻ ചെയ്യുന്ന രീതിയിലേക്ക് ഇത്തരം സ്ഥാപനങ്ങളിൽ ദേശീയ പ്രാധാന്യമുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ, അതേപോലെ നൈസർ ഭുവനേശ്വർ, IIT-കളിൽ നൈസറുകൾ, ഈ സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തണം. അതോടൊപ്പം തന്നെ അതിന്റെ എൻട്രൻസ് പരീക്ഷകൾ IISc-ക്ക് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഓർ JEE അഡ്വാൻസ്ഡ് ആണെങ്കിൽ ഭുവനേശ്വറിലെ നൈസറിൽ നെസ്റ്റ് എക്സാം എഴുതുന്നതിലൂടെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി കൂടി കുട്ടികൾക്ക് ലഭിക്കുകയാണ്. യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിലെ ഇന്റഗ്രേറ്റഡ് PG പ്രോഗ്രാം ചെയ്യാനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ IIT-കളിലൊക്കെ JEE അഡ്വാൻസ്ഡ്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയും അതേപോലെയുള്ള എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും CUT UG എക്സാം എഴുതി ഡൽഹി യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥാപനങ്ങളിൽ പഠനം നടത്തുമ്പോൾ വളരെ കുറഞ്ഞ ഫീസിൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ മറ്റൊരു പ്രത്യേകത CUET +1 +2 കാലയളവിൽ CUET എക്സാം എഴുതാൻ വേണ്ടി തയ്യാറെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു കുട്ടിക്ക് +2 പഠനത്തിന് ശേഷം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ വളരെ കുറഞ്ഞ ഫീസിൽ ഡിഗ്രി പഠനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വളരെ മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് CUET എക്സാം വഴി മുന്നോട്ട് പോകുന്നത്.
അപ്പോൾ അതും വിദ്യാർത്ഥികളിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയണം. അതേപോലെ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് കൾട്ടിവേഷൻ ഓഫ് സയൻസ്, IACS, ഐസർ, ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾക്കുള്ള അവസരങ്ങൾ, അതേപോലെ MTech, അതേപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ME, ഇത്തരം കോഴ്സുകളും വിദ്യാർത്ഥികളിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയണം. പിന്നെ ടീച്ചിങ് മേഖലകളിലേക്ക് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം MSc ED RI മൈസൂരിൽ അതിനു വേണ്ടിയുള്ള എൻട്രൻസ് എക്സാം, NCERT കോമൺ എൻട്രൻസ് എക്സാം, അതേപോലെ MSc ഇൻ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, നേരത്തെ നമ്മൾ പറഞ്ഞു CUET PG ആണ്. കൂടാതെ NCET ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം കാലിക്കറ്റ് NIT ഉൾപ്പെടെയുള്ള ടീച്ചർ എഡ്യൂക്കേഷൻ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ITEP പ്രോഗ്രാമുകൾ, ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം കൂടെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയണം. നമുക്കിനി ഇൻഡസ്ട്രി ഓറിയന്റഡ് കെമിസ്ട്രി സ്റ്റഡീസും അവയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ഒരു കേവലം പാഠ്യവിഷയം എന്നതിലപ്പുറം നമ്മുടെ ഏത് വ്യവസായത്തെയും നിയന്ത്രിക്കുന്നത് കെമിസ്ട്രി എന്ന് പറയുന്ന ശാസ്ത്രശാഖയുമായി ബന്ധപ്പെട്ട വൈദഗ്ധ്യം സിദ്ധിച്ചവരാണെന്ന് നമുക്കറിയാം. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഒരുപാട് സ്ഥാപനങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സിപെറ്റിനുണ്ട്. അതിലൊന്ന് നമ്മുടെ കൊച്ചിയിലുണ്ട്. പ്ലാസ്റ്റിക് പ്രോഡക്റ്റുമായിട്ടുള്ള പഠനം, പ്ലാസ്റ്റിക് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട പഠനമാണ് സിപെറ്റ്. അതുപോലെ ലെതർ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട പഠനമാണ് CLRI, സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതുപോലെ ഫുഡ്വെയർ ഡിസൈനുമായി ബന്ധപ്പെട്ട പഠനമാണ് FDDI. ഷുഗറുമായി ബന്ധപ്പെട്ട, ഷുഗർ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട രാജ്യത്തെ പ്രധാനപ്പെട്ട 2 സ്ഥാപനങ്ങളാണ്. അതുപോലെ പെട്രോകെമിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട സ്ഥാപനമുണ്ട്. അതുപോലെ നാഷണൽ കൗൺസിൽ ഫോർ സിമെന്റ് ആൻഡ് ബിൽഡിംഗ് മെറ്റീരിയൽ ടെക്നോളജി എന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനമുണ്ട്. അതുപോലെ സെറാമിക് സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൊൽക്കത്തയിലെ കോളേജ് ഓഫ് സെറാമിക് ടെക്നോളജി ഉണ്ട്. അപ്പൊ കേവലം ഒരുപക്ഷെ മനുഷ്യന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവന് ദൈനംദിന ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വസ്തുക്കളുടെ അല്ലെങ്കിൽ മെറ്റീരിയൽസിന്റെ, ബിൽഡിംഗ് മെറ്റീരിയൽ ആവട്ടെ, ഫുഡ് മെറ്റീരിയൽ ആവട്ടെ, ഫാർമസ്യൂട്ടിക്കൽ മെറ്റീരിയൽ ആവട്ടെ, ഏത് മെറ്റീരിയൽ ആയി കഴിഞ്ഞാലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഡസ്ട്രികളുമായി ബന്ധപ്പെട്ട കെമിസ്ട്രി പഠനവും സമകാലിക സാഹചര്യത്തിൽ വളരെ എത്തിക്കാനുള്ള ഒരു കാര്യം നമ്മുടെ കെമിസ്ട്രി ടീച്ചേഴ്സായി നമ്മൾ ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കാം. ഇതുപോലെ മറ്റൊന്നാണ് ഡോക്ടറൽ പ്രോഗ്രാം. നമ്മൾ സാധാരണ PhD എന്ന് പറയാറുണ്ട്. ഇപ്പോൾ AI കാലമാണ്. ഇപ്പൊ കെമിസ്ട്രിയെ കുറിച്ച് പണ്ടൊക്കെ നമ്മൾ +2 കഴിഞ്ഞ് കെമിസ്ട്രി പഠനം എന്ന് പറയുന്നത് ഒരു BSc കെമിസ്ട്രി, അതിനുശേഷം പിന്നെ B.Ed അല്ലെങ്കിൽ MSc കഴിഞ്ഞ് B.Ed കഴിഞ്ഞ് പിന്നെ അധ്യാപകരായി മാറുന്ന ഒരു രീതിയായിരുന്നു. പക്ഷെ ആധുനിക കാലഘട്ടത്തിൽ പരമ്പരാഗത രീതിയിലുള്ള പഠനം കൊണ്ട് കെമിസ്ട്രി പഠനം കൊണ്ട് ഒരു കാര്യമില്ല, ഒരു ഫലമില്ലാത്ത രീതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഗവേഷണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പഠനം കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കേണ്ടതാണ് എന്നുള്ള ഒരു അഭിപ്രായം ഇവിടെ പങ്കുവെക്കുകയാണ്. പ്രധാനപ്പെട്ട ഫെലോഷിപ്സ് CSIR UGC JRF ഫെലോഷിപ്പ്, ഇൻസ്പയർ ഫെലോഷിപ്പ്, പ്രൈം മിനിസ്റ്റേഴ്സ് റിസർച്ച് ഫെലോഷിപ്പ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെലോഷിപ്പ്, സ്റ്റേറ്റ് ഗവൺമെന്റ് റിസർച്ച് ഫെലോഷിപ്പ്, അങ്ങനെ നിരവധിയായിട്ടുള്ള ഫെലോഷിപ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ നമ്മൾ PhD ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT, അതുപോലെ തന്നെ IISc, അതുപോലെ ഐസേഴ്സ്, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, CSIR റിസർച്ച് ലാബ്സ്, അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഇവിടെയൊക്കെ നമുക്ക് ഡോക്ടറൽ പ്രോഗ്രാം അഥവാ PhD ചെയ്യാൻ അവസരം ഇന്ത്യയിലുണ്ട്. അതുപോലെ നമുക്ക് പരിചയപ്പെടേണ്ട മറ്റൊരു സംഗതിയാണ് പോസ്റ്റ് ഡോക്ടറൽ പ്രോഗ്രാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PhDക്ക് ശേഷം ചെയ്യുന്ന പ്രോഗ്രാമാണല്ലോ പോസ്റ്റ് ഡോക്ടറൽ പ്രോഗ്രാം. അപ്പോൾ ഇത് ഈസ് എ സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാം ആഫ്റ്റർ കംപ്ലീറ്റിംഗ് PhD. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റ് ഡോക്ടറൽ പ്രോഗ്രാമിന്റെ പ്രാധാന്യം കിടക്കുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഗവേഷണ സ്ഥാപനങ്ങളായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, അതായത് IISc, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്നറിയപ്പെടുന്ന ഐസർ, ഇങ്ങനെയുള്ള ഗവേഷണ സ്ഥാപനങ്ങളിലെല്ലാം പ്രൊഫസേഴ്സ് ആവാൻ വേണ്ടിയിട്ട്
പോസ്റ്റ് ഡോക്ടറൽ പ്രോഗ്രാം മാൻഡേറ്ററി ആണ്, നിർബന്ധമാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതുമായി ഈ രംഗത്ത് പ്രധാനപ്പെട്ട ഫെലോഷിപ്സ് ഒന്ന് SCRB ആണ്, സെർബ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടും. അതുപോലെ രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നൽകുന്ന ഫെലോഷിപ്സ് ഉണ്ട്. അതുപോലെ CSIR ഫെലോഷിപ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ അക്കാദമിക് ആൻഡ് കരിയർ അഡ്വാൻസ്മെന്റ് അതായത് നമ്മുടെ കരിയർ അഡ്വാൻസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ പോസ്റ്റ് ഡോക്ടറൽ പ്രോഗ്രാമിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ഗ്ലോബൽ റിസർച്ച് എക്സ്പോഷറുമായി ബന്ധപ്പെട്ടുകൊണ്ടും പ്രൊഫഷണൽ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കേവലം ഡോക്ടറൽ പ്രോഗ്രാം എന്നതിനപ്പുറം പോസ്റ്റ് ഡോക്ടറൽ പ്രോഗ്രാമിന് ഏറെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട വസ്തുതയാണ്. നമ്മൾ ഒരുപക്ഷെ നമ്മൾ അധികം നമ്മുടെ ശ്രദ്ധയിൽ പെടാതെ പോകുന്ന ഒരു സംഗതിയാണ് ഇപ്പൊ സ്ലൈഡിൽ തെളിയുന്ന ഈ ഒരു ANRF എന്ന് പറയുന്നത്. 2023 നമ്മുടെ പാർലമെന്റ് പാസ്സാക്കിയ ഒരു ആക്ട് പ്രകാരം ഇപ്പോൾ എല്ലാ ഫെലോഷിപ്പുകളെയും ഏകോപിപ്പിക്കുന്നത് ഈ ഒരു ANRF എന്ന് പറയുന്ന സംവിധാനം വഴിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഫാക്കൽറ്റി ഫണ്ടിങ്, അതുപോലെ തന്നെ ഫെലോഷിപ്സ്, ഇത്തരം സംഗതികളെല്ലാം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ വഴിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച SCRB ഫെലോഷിപ്സ് ഒക്കെ ANRF റീപ്ലേസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇതുപോലെ നേരത്തെ നമ്മൾ സൂചിപ്പിക്കേണ്ടായി നേരത്തെ PhD ഡോക്ടറൽ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് നമ്മൾ പറഞ്ഞതെങ്കിൽ PhDയോടൊപ്പം തന്നെ പോസ്റ്റ് ഡോക് പ്രോഗ്രാമും ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ, അതുപോലെ IIT-കൾ. എല്ലാ IIT-കളിലും ഇത്തരം പ്രോഗ്രാംസ് അവൈലബിൾ അല്ല. IISc കൂടാതെ IIT-കളിൽ ബോംബെ, മദ്രാസ്, കാൺപൂര്, അതുപോലെ തന്നെ JNCASR ബാംഗ്ലൂര്, ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണത്. അതുപോലെ തന്നെ CSIR ലാബ്സ്, പ്രധാനമായിട്ടും IICT ഹൈദരാബാദ്, അതുപോലെ ICER-കൾ, അതുപോലെ TIFR. നമ്മൾ ശ്രദ്ധയോടെ പരിഗണിക്കേണ്ട മറ്റൊരു ഗവേഷണ സ്ഥാപനമാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജി, മുംബൈ. ഇപ്പൊ ഇതൊക്കെ രാജ്യത്ത് നമ്മുടെ പോസ്റ്റ് ഡോക്ടറൽ പ്രോഗ്രാമിന്റെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പരിഗണിക്കപ്പെടുന്നു. ഇത്രയും സ്ഥാപനങ്ങൾ മാത്രമാണ് ഈ പ്രോഗ്രാം കൊടുക്കുന്നു എന്നതല്ല നമ്മൾ ഈ ഒരു സ്ലൈഡിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഈ രംഗത്തെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് എന്നുള്ളത് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതാണ്. നമ്മൾ സ്വാഭാവികമായും സമകാലിക സാഹചര്യത്തിൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഒരു നാട്ടിലുള്ള ഒരു ട്രെൻഡ് അങ്ങനെയാണ്, ഏത് പഠനമാണെങ്കിലും വിദേശ പഠനം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പൊ ഈ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ അബ്രോഡ് പഠനം, നിങ്ങളോട് ഒരു കുട്ടി അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയേണ്ടത് UG ലെവലിൽ നമ്മൾ അബ്രോഡ് പഠനം എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആണ്. ഇവിടെ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് UG പഠനം ഒരു വർഷം അമേരിക്കയിലാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ സ്കോളർഷിപ്പ് അവൈലബിൾ അല്ല, ഭയങ്കര ചെലവാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 1 കോടിയോളം രൂപ ഒരു വർഷം ചെലവുണ്ട് അമേരിക്കയിൽ ഒരു വർഷത്തെ UG പഠനത്തെ എന്നാണ് നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ അവിടെ അവരുടെ ഒരു സംസാരത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എനിവേ UG പഠനം ഈ എക്സ്പെൻസ് സഹിച്ച് ഒരാള് പോവുകയാണെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ സ്വാഭാവികമായും എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു ധാരണ നമുക്ക് ഉണ്ടാവേണ്ടതാണ്. സാറ്റ് സ്കോർ, സാറ്റ് എന്ന് പറയുന്ന എക്സാമുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്കറിയാവുന്നതാണ്. സാറ്റ് സ്കോർ, essays, അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഒളിമ്പ്യാഡ്, അതുപോലെ വ്യത്യസ്തമായ സബ്ജക്റ്റിലെ ക്ലബുകളിലുള്ള പെർഫോമൻസ്, അതായത് ഹൈസ്കൂൾ ലെവലിൽ പഠിക്കുന്ന സമയത്ത് വ്യത്യസ്തമായ സബ്ജക്ട് ക്ലബുകളിൽ അവർ പെർഫോമൻസ്, ഇതെല്ലാം അവിടെ അഡ്മിഷന് വേണ്ടിയിട്ട് പരിഗണിക്കുന്നുണ്ട്. നിലവിലെ ഇന്ത്യൻ സ്റ്റുഡൻസ് അമേരിക്കൻ, യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളിൽ ഉന്നത ശാസ്ത്ര ഗവേഷണത്തിന് പഠിക്കുമ്പോൾ അവര് PG PhD പഠനത്തിന് വേണ്ടിയാണ് അമേരിക്കൻ, യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളിൽ കുട്ടികൾ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പൊ നിലവില് പേപ്പർ പബ്ലിഷിങ്, അതുപോലെ UG ലെവലിലെ CGPA, അതുപോലെ തന്നെ UG പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അതുപോലെ വിദേശ ഗവേഷണ പരിചയം,
അതുപോലെ അവര് പഠിച്ചിറങ്ങിയ സ്ഥാപനങ്ങളിലെ പ്രൊഫസേഴ്സിന്റെ റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് ഇതെല്ലാം അഡ്മിഷന് വേണ്ടി പരിഗണിക്കുന്നതായിട്ട് അറിയുന്നു. PhD പഠനത്തിന് വേണ്ടി ഒരു കുട്ടി സെലക്ട് ചെയ്യപ്പെട്ടാൽ ഹെൽത്ത് ഇൻഷുറൻസ് അമേരിക്കയിൽ പൂർണ്ണമായും ഫ്രീ ആണ്. അതുപോലെ ഫുൾ സ്കോളർഷിപ്പ് ലഭിക്കും. അതിന്റെ അർത്ഥം ഒരു ഫീ പോലും കുട്ടി റെമിറ്റ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ കുട്ടികളെ എപ്പോഴും അബ്രോഡ് പഠനത്തിന് വേണ്ടി കെമിസ്ട്രിയിൽ ഉദ്ദേശിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ നല്ലത് ഹയർ ലെവൽ ആഫ്റ്റർ UG ഡിഗ്രിക്ക് ശേഷം അവിടെ പഠിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന ഒരു റെക്കമെൻഡേഷൻ കൊടുക്കുന്നതായിരിക്കും നന്നായിരിക്കുക എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. നോക്കൂ, എബ്രോഡ് പഠനം ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ചില യൂണിവേഴ്സിറ്റിയാണ്. ഒന്ന് MIT, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മസാച്യുസെറ്റ്സ് യൂണിവേഴ്സിറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. 2 ഇംപീരിയൽ കോളേജ് ഓഫ് ലണ്ടൻ, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് കാംബ്രിഡ്ജ്, കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ആൻഡ് ടെക്നോളജി, ETH സൂറിച്ച്, UCL ലണ്ടൻ, നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂർ. ഇതൊക്കെയാണ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ കഴിയുന്ന അമേരിക്കൻ, യൂറോപ്യൻ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റീസ് എന്നുള്ളത് ഓർക്കുക. നോക്കൂ, ഇപ്പൊ എൻ്റെ സ്കൂളിൽ പഠിച്ച് ഇപ്പോൾ അമേരിക്കയിലെ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയുടെ ചിത്രമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. പേര് സെനീൻ അഹമ്മദ് എന്നാണ്. 2020 +2 കഴിഞ്ഞ ആളാണ്. അതിനുശേഷം IISc ബാംഗ്ലൂരിൽ BS റിസർച്ച് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ നിലവിൽ അമേരിക്കയിലെ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യുന്നു. അപ്പൊ ഇത്തരം കുട്ടികളെ എല്ലാം നമുക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കുട്ടികൾക്കും ഇതാവാം എന്നുള്ളത് ഒരു കോൺഫിഡൻസ് നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളിലേക്ക് സന്നിവേശിപ്പിക്കുക എന്നൊരു അർത്ഥത്തിലാണ്. നോക്കൂ, പഠനകാലഘട്ടത്തില് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട പഠനകാലഘട്ടത്തില് നമ്മുടെ നാട്ടിലെ ഇന്ത്യയിൽ നമുക്ക് അവൈൽ ചെയ്യാൻ കഴിയുന്ന സ്കോളർഷിപ്പുകൾ പ്രധാനമായും ഇവയാണ്. ഇൻസ്പയർ സ്കോളർഷിപ്പ്, സെൻട്രൽ സെക്ടർ സ്കീം സ്കോളർഷിപ്പ്, ലോറൽ ഇന്ത്യ ഫോർ യങ് വുമൺ, പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്കോളർഷിപ്പ് ഫോർ യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ, രാജീവ് ഗാന്ധി നാഷണൽ ഫെലോഷിപ്പ്, മെറിറ്റ് കം മീൻ സ്കോളർഷിപ്പ്. ഇത്തരം സ്കോളർഷിപ്പുകളെല്ലാം വിദ്യാർത്ഥികൾക്ക് അവൈൽ ചെയ്യാനുള്ള സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് കെമിസ്ട്രി ബിരുദാനന്തര പഠനങ്ങൾ നടത്തുന്നതിനിടയിൽ എന്നുള്ളത് കുട്ടികളിലേക്ക് അറിയിക്കുന്നത് നന്നായിരിക്കും. നോക്കൂ, ഇപ്പോ പ്രധാനപ്പെട്ട ചില കെമിസ്ട്രി പഠനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില പ്രധാനപ്പെട്ട ആളുകളുടെ ചിത്രങ്ങളാണ് ഇപ്പൊ നമുക്ക് സ്ലൈഡിൽ കാണാൻ കഴിയുന്നത്. ഇത്തരം ആളുകളെ പരിചയപ്പെടുത്തുന്നത് ഇവര് ഏത് രീതിയിലാണ് ലോകക്രമത്തെ മാറ്റി എന്നത് അവരോട് കൺവേ ചെയ്യുന്നതിനോടൊപ്പം ഇവരുടെ എക്സ്പീരിയൻസ് നാളുകളിലെ കെമിസ്ട്രി വിദ്യാർത്ഥികളെ പുതിയ ചരിത്രം രചിപ്പിക്കുന്നതിന് പ്രചോദിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി വെച്ചുകൊണ്ടാണ്. നമുക്ക് എല്ലാവർക്കും നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ലാവോസിയെ രസതന്ത്രത്തിന് സാർവലൗകിക ഭാഷ ക്രമീകരിച്ചു എന്നുള്ളതാണ് ലാവോസിയെ ശ്രദ്ധേയമാക്കുന്ന ഘടകം. വളരെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ നമ്മൾ ഈ 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞാൽ തീരുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി പറയാണ്. അതുപോലെ തന്നെ പേവിഷബാധ, ആന്ത്രാക്സ് രോഗത്തിന് മരുന്നുകൾ കണ്ടെത്തിയ ലൂയി പാസ്റ്റർ, അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പഠനത്തിനിടയിൽ കുട്ടികളെ പരിചയപ്പെടുത്തിയ ഒരു ശാസ്ത്രജ്ഞയാണ് മേരി ക്യൂറി. ശാസ്ത്രം തന്നെ ജീവിതമായി കണ്ട ക്യാൻസർ ട്രീറ്റ്മെന്റിന് വളരെ നിർണായക സ്വാധീനം ചെലുത്തിയ റേഡിയം എന്ന് പറയുന്ന മൂലകത്തിന്റെ കണ്ടെത്തൽ ഉൾപ്പെടെ നടത്തി അകാലത്തിൽ ചരമമടഞ്ഞ മേരി ക്യൂറി ഏതൊരു കെമിസ്ട്രി പഠിതാവിൻ്റെയും ഒരു
ആരാധ്യയായിട്ടുള്ള ഒരു സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്നതിൽ തർക്കമില്ല. അതുപോലെ ചിന്താമണി നാഗേശ്വർ റാവു, നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ശാസ്ത്ര ഗവേഷണ സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഡയറക്ടറായിരുന്നു. ജീവിതാന്ത്യം വരെ ഗവേഷണം എന്ന മുദ്രാവാക്യവുമായിട്ട് മുന്നോട്ട് പോയിരുന്ന CN റാവു അത് നാനോ ടെക്നോളജി രംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ ലോകത്തിന് മുമ്പാകെ സമർപ്പിച്ച് ഈ മേഖലയിൽ ഇന്ത്യൻ സാന്നിധ്യം തെളിയിച്ച് നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനമായ വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് വളരെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു ടീമാണ് ജോൺ ബി ഗുഡ്നോ, സ്റ്റാൻലി വിറ്റിംഗ്ഹാം, അതുപോലെ അക്കിറോ യോഷിനോ തുടങ്ങിയ 3 വ്യക്തിത്വങ്ങൾ റീചാർജ് ചെയ്യാവുന്ന ലോഹത്തിന്റെ കണ്ടുപിടുത്തത്തിലൂടെ ലോകത്തെ വിസ്മയിപ്പിച്ച ഇത്തരം ശാസ്ത്ര പ്രതിഭകൾ ഒരു രസതന്ത്ര പഠിതാവിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു റോൾ മോഡൽ ആയിരിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. കെമിസ്ട്രി പഠനത്തിന് ശേഷം ഏതെല്ലാമാണ് പ്രധാനപ്പെട്ട ജോബ് ടൈറ്റിൽസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ലബോറട്ടറികൾ, മെഡിക്കൽ റിസർച്ചുകൾ, ടെക്നിക്കൽ ജേർണൽസ്, അതുപോലെ തന്നെ യൂട്ടിലിറ്റി കമ്പനീസ്, വേസ്റ്റ് വാട്ടർ പ്ലാന്റ്, എഞ്ചിനീയറിംഗ് ഫേംസ്. അങ്ങനെ നമുക്ക് ഒരു സ്ലൈഡിനപ്പുറം ഒരു സ്ലൈഡിൽ ഒതുങ്ങി നിൽക്കാൻ തക്കവണ്ണമുള്ള ഒരു ചാൻസ് അല്ല ഈ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കോസ്മെറ്റിക്സ്, ഡ്രഗ്സ്, ഫെർട്ടിലൈസേഴ്സ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സെക്ടർ, ഫോറൻസിക് റിസർച്ച്, പെട്രോളിയം ഇൻഡസ്ട്രി എന്ന് വേണ്ട ഏത് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടു നമ്മൾ ചിന്തിക്കുമ്പോഴും അവിടെ കെമിസ്ട്രിയുടെ റോള് നേരിട്ടോ അല്ലാതെയോ നമുക്ക് ദർശിക്കാൻ കഴിയും എന്നത് നിസ്തർക്കമായ ഒരു വിഷയമാണ്. നോക്കൂ, നമ്മള് ചില കുട്ടികളൊക്കെ നമ്മൾ പറയാറുണ്ടാവും, വളരെ പെട്ടെന്ന് ടീച്ചറെ ഒരു ജോലി കിട്ടണം, കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന കിട്ടാവുന്ന ജോലികൾ എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് വളരെ പെട്ടെന്ന് ഈ സ്ലൈഡിലൂടെ നോക്കാം. ഡിഫാം ഫാർമസിയുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്ലോമയാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റിക് ടെക്നോളജി, നമ്മളത് നേരത്തെ ഞാൻ സ്ലൈഡിൽ സൂചിപ്പിച്ചു. സിപെറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഇത്തരം കോഴ്സ് ഉണ്ട്. അതുപോലെ ഡിപ്ലോമ ഇൻ സെറാമിക് ടെക്നോളജി, ഡിപ്ലോമ ഇൻ ലെതർ പ്രോസസ്സിംഗ്, നേരത്തെ നമ്മൾ സ്ലൈഡിൽ കണ്ട സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെന്നൈ ആസ്ഥാനമുള്ള സ്ഥാപനത്തിൽ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ മിക്ക ഡിപ്ലോമ കോഴ്സിനും 1 വർഷം അല്ലെങ്കിൽ 2 വർഷമൊക്കെ ഉള്ളൂ. അതുപോലെ ഡിപ്ലോമ ഇൻ ഫുഡ്വെയർ മാനുഫാക്ചറിംഗ് ആൻഡ് ഡിസൈൻ, ഇൻഡസ്ട്രിയൽ ഫെർമെന്റേഷൻ ആൻഡ് ആൽക്കഹോൾ ടെക്നോളജി, IFAT എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി, ഡിപ്ലോമ ഇൻ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി, ഇങ്ങനെയുള്ള ഇത്തരം കോഴ്സുകളെല്ലാം കുട്ടികളുടെ അറിവിലേക്ക് നൽകുന്നത് വളരെ ഗുണം ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു അവസരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഡിപ്ലോമ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഇവിടെ കണ്ടു കഴിഞ്ഞു. ഫുഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില മേഖലകൾ കൂടി നമ്മൾ പരിചയപ്പെടുകയാണ്. സേഫ്റ്റി ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ചില ഡിപ്ലോമ കോഴ്സ് കൂടെ നമ്മൾ പരിചയപ്പെടുക. ഓയിൽ ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട്, അതുപോലെ സെൻട്രൽ സേഫ്റ്റി കോഴ്സസ്, നെബോഷ് കോഴ്സസ്, അതുപോലെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധിയായ ഡിപ്ലോമകൾ അവൈലബിൾ ആണ്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, BSc ഞാനിപ്പോൾ സൂചിപ്പിച്ചതെല്ലാം +2 സയൻസിന് ശേഷം പോകാൻ കഴിയുന്ന കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട മേഖലകളാണെങ്കിൽ ഈ ഡിഗ്രി കെമിസ്ട്രിക്ക് ശേഷം പലരും പറയും BSc കെമിസ്ട്രി കഴിഞ്ഞു സാറേ, ഞാൻ ഇനി കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട പഠനം മാറ്റിവെച്ച് BSc കെമിസ്ട്രിക്ക് ശേഷം പോകാൻ കഴിയുന്ന പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾ സജസ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് അവർ പലപ്പോഴും ചോദിക്കാറുണ്ട്. അതിന് ഒരു ഉത്തരമാണ് CMC വെല്ലൂർ, ക്രിസ്ത്യൻ മെഡിക്കൽ സെന്റർ വെല്ലൂരിലുള്ള ഹിസ്റ്റോപാത്തോളജി, അതുപോലെ ബ്ലഡ് ബാങ്ക് ടെക്നോളജി, മെഡിക്കൽ റേഡിയോ ഐസോടോപ്പ് ടെക്നോളജി, PG ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, PG ഡിപ്ലോമ ഇൻ ഡയാലിസിസ് തെറാപ്പി, ഡിപ്ലോമ ഇൻ ഫിസിക്കൽ ടെക്നോളജി, ന്യൂറോ ടെക്നോളജി, ക്ലിനിക്കൽ പെർഫ്യൂഷൻ ടെക്നോളജി, ഇങ്ങനെ നിരവധിയായ മേഖലയിലൂടെ BSc കെമിസ്ട്രിക്ക് ശേഷം പാരാമെഡിക്കൽ രംഗം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിക്ക് കടന്നു വരാനുള്ള അവസരമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക.